Hello Makkale, welcome back to EduPort English class. This is me Varnita, your favorite English teacher. Yes, അപ്പോൾ ഓണം എക്സാം ഒക്കെ നമ്മൾ ഇവിടെ അടുത്തെത്താനായിട്ടുണ്ട് അല്ലേ. അപ്പോൾ നിങ്ങൾ മേ ബി ഈ ഒരു വീഡിയോ കാണുന്നുണ്ടാവുക ചിലപ്പോൾ എക്സാമിനോട് അടുപ്പിച്ചിട്ടായിരിക്കും അല്ലേ. അപ്പം നമ്മളെ സംബന്ധിച്ച് ഈ ഒരു ഓണം എക്സാം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം എന്താണ്, നിങ്ങൾ കുറേ പേരും USSന് വേണ്ടിയിട്ട് ആഗ്രഹിച്ചിരിക്കുന്ന അല്ലെ, USS എക്സാം എഴുതണം എന്ന് ഒരുപാട് ആഗ്രഹിച്ച് കൊതിച്ചിരിക്കുന്ന കുട്ടികളാണല്ലോ. സോ നിങ്ങളെ സംബന്ധിച്ച് ഈ ഒരു എക്സാം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം ഈ ഓണം എക്സാമിൽ എല്ലാ സബ്ജക്ട്സിനും A ഗ്രേഡ് നേടിക്കഴിഞ്ഞാലാണ് നിങ്ങൾക്ക് എന്തിനുള്ള എലിജിബിലിറ്റി ആവുന്നത്? യെസ്, USS എഴുതാനുള്ള എലിജിബിലിറ്റി ആവുന്നത് കേട്ടോ. സോ അതേ സീരിയസ്നെസ്സോട് കൂടി തന്നെ ഈ ഒരു എക്സാമിന് നിങ്ങൾ അപ്രോച്ച് ചെയ്യാം. ഓക്കെ, അപ്പോൾ മിസ് വിചാരിച്ചു നമ്മളിപ്പോൾ ലെസൺസ് ഒക്കെ നിങ്ങൾ കുറേയൊക്കെ പഠിച്ചു കാണല്ലോ, ഇനി ഇതിൻ്റെ അകത്തുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് നമുക്ക് ഡിസ്കസ് ചെയ്യാം. അതായത് നിങ്ങൾക്ക് ഓണം എക്സാമിന് വരാൻ സാധ്യതയുള്ള അല്ലെങ്കിൽ ഏകദേശം എങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് ആയിരിക്കും വരിക അല്ലെ. സോ ഇങ്ങനത്തെ ഒരു വീഡിയോ ചെയ്താലോ മിസ് വിചാരിച്ചു കേട്ടോ. അപ്പോഴാണ് നമ്മളെ കഴിഞ്ഞ വർഷത്തെ അല്ലെ മുന്നേ വർഷത്തുള്ള ഓണത്തിന്റെ ക്വസ്റ്റ്യൻ പേപ്പർ, അതായത് PYQ, കഴിഞ്ഞ നിങ്ങളുടെ ചേട്ടന്മാരോ ചേച്ചിമാരോ എഴുതിയിട്ടുള്ള PYQ, അതായത് അവരുടെ അല്ലെ ഓണത്തിന്റെ ക്വസ്റ്റ്യൻ പേപ്പർ ഉണ്ട്. സോ അതിൽ നോക്കിയ സമയത്ത് തന്നെ ഒരുപാട് അവർക്ക് ഭയങ്കര കൺഫ്യൂസിംഗ് ആയിട്ടുള്ള, അതായത് അവർ ആദ്യമായിട്ട് ക്വസ്റ്റ്യൻ പേപ്പറിൽ അങ്ങനത്തെ ക്വസ്റ്റ്യൻസ് ഒക്കെ കണ്ട് ഞെട്ടിപ്പോയിട്ടുള്ള ആൾക്കാരാണ്. സോ എന്റെ വീട്ടിൽ ആരും അങ്ങനെ ഞെട്ടണ്ടെന്ന് വിചാരിച്ചിട്ട് മിസ് എന്ത് ചെയ്തു, ഓക്കെ അതിൻ്റെ അകത്തുള്ള ഒരു ക്വസ്റ്റ്യൻ പിക്ക് ചെയ്തിട്ടാണ് ഇന്ന് നമ്മൾ ഡിസ്കഷന് വേണ്ടി കൊണ്ടുവന്നിട്ടുള്ളത് കേട്ടോ. സോ നമ്മൾ ഇന്ന് മിസ് ചൂസ് ചെയ്തുള്ള ഒരു ക്വസ്റ്റ്യൻ എന്താണ്? ഡിബേറ്റ് ആണ്. അപ്പൊ ഡിബേറ്റ് എന്താണ് എന്നൊക്കെ നമ്മൾ പറയുന്നതിന് മുൻപേ നിങ്ങൾ ഈ ചാനൽ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ ഉറപ്പായിട്ടും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഉറപ്പായിട്ടും ലൈക്ക് ചെയ്യുകയും ചെയ്യണം, ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുകയും ചെയ്യണം. അതേപോലെ തന്നെ മക്കളെ, നിങ്ങൾക്ക് ഇനി എന്തെങ്കിലും കൂടുതൽ ഡൗട്ട് ഉണ്ട് അല്ലെങ്കിൽ എന്തെങ്കിലും അതായത് വേറെ എന്തെങ്കിലും ക്വസ്റ്റ്യൻസ് മിസ് ഡിസ്കസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അതൊന്ന് കമന്റ് ചെയ്യണം കേട്ടോ. ഓക്കെ, യെസ്. സോ എന്താണ് ഒരു ഡിബേറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഡിബേറ്റിന്റെ മലയാളം ആക്ച്വലി സംവാദം എന്നുള്ളതാണ് കേട്ടോ. എന്താണ്? യെസ്, സംവാദം. അപ്പൊ സംവാദം എന്ന് പറഞ്ഞാൽ എന്താണ്? എന്തെങ്കിലും ഒരു ടോപ്പിക്, അതായത് നമ്മൾ എല്ലാവരും തമ്മിൽ ചർച്ച ചെയ്യാം. നിങ്ങളിപ്പം ചാനലിലൊക്കെ അല്ലെ, നമ്മൾ ന്യൂസ് ചാനലിലൊക്കെ രാത്രി ആവുന്ന സമയത്ത് കണ്ടിട്ടില്ലടാ, ഒരു ന്യൂസ് റിപ്പോർട്ടർ ഉണ്ടാവും അല്ലെ, ഒരു 2-3 ഏതെങ്കിലും പാർട്ടിയിലുള്ള ആൾക്കാരോ അല്ലെങ്കിൽ സോഷ്യലി റെലവെന്റ് ആയിട്ടുള്ള 2-3 പേരുണ്ടാവും. എന്നിട്ട് ഇവർ തമ്മിൽ ഒരു പ്രശ്നത്തിനെ ചർച്ച ചെയ്യും അല്ലെ. അവരവരുടെ കാഴ്ചപ്പാടുകൾ ഡിസ്കസ് ചെയ്യും. ചിലപ്പോൾ അവർ അങ്ങോട്ടും ഇങ്ങോട്ടും അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാവും, വഴക്കുകൾ ഉണ്ടാവും അല്ലെ. ഇതിനെയൊക്കെ ആ ഒരു ന്യൂസ് റിപ്പോർട്ടർ എന്താണ്, ഓരോരുത്തരോട് ഓരോ ചോദ്യങ്ങൾ ചോദിച്ചും ഇവർ തമ്മിലുള്ള അഭിപ്രായ വ്യത്യാസങ്ങളെ ബാലൻസ് ചെയ്ത് കൊണ്ടുപോകുന്നതാണ് ആരുടെ പണി? നമ്മുടെ ന്യൂസ് റിപ്പോർട്ടറിന്റെ പണി. സോ ഈ ഒരു സംവാദം അല്ലെങ്കിൽ ഡിബേറ്റ് എന്ന് പറഞ്ഞാൽ അത് തന്നെയാണ്. പൊതുവേ ഇതെങ്ങനെ ഉണ്ടാവുക വെച്ചാൽ, ഒരു മോഡറേറ്റർ കാണും. ഓക്കെ, 2 ടീമായിട്ട്, ഒരു A ടീമും കാണും, ഒരു B ടീമും കാണും. ഈ A ടീം മിക്കവാറും എന്തെങ്കിലും ഒരു വിഷയത്തിനെ സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാരായിരിക്കും, അവർ അതിനെ അനുകൂലിക്കുന്ന ആൾക്കാരായിരിക്കും. B ടീം എന്ന് പറയുമ്പം അതിനെ സപ്പോർട്ട് ചെയ്യാത്ത, അതിന് എഗെയിൻസ്റ്റ് ആയിട്ട് പറയുന്ന അല്ലെങ്കിൽ അതിന് വിരുദ്ധമായിട്ട് പറയുന്ന ആൾക്കാരായിരിക്കും. ഈ Aയും Bയും തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഒരുപാട് അഭിപ്രായ വ്യത്യാസങ്ങൾ പറയുമല്ലോ. സോ ഈ Aനെയും Bനെയും തമ്മിൽ കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു മോഡറേറ്റർ കാണും. ആരാണ്? ഒരു മോഡറേറ്റർ കാണും. ഇതാണ് പൊതുവേ ഒരു ഡിബേറ്റ് എന്ന് പറഞ്ഞാൽ. സോ എൻ്റെ കുട്ടിക്ക് ഇത്രയും കഷ്ടപ്പെട്ടിട്ടുള്ള ക്വസ്റ്റ്യൻസ് അല്ലെങ്കിൽ നിങ്ങൾ വലിയ രീതിയിലൊന്നും അല്ല ചോദിക്കുക. കഴിഞ്ഞ വർഷം ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, മൊബൈൽ ഫോണിന് അല്ലെ, നമ്മൾ എല്ലാവരും ഡെയിലി യൂസ് ചെയ്യുന്ന ഒരു സംഗതിയാണല്ലോ മൊബൈൽ ഫോൺ. സോ മൊബൈൽ ഫോണിന് ഒരുപാട് നല്ല വശങ്ങളും ഉണ്ട്, കുറച്ച് മോശം വശങ്ങളും ഉണ്ട് അല്ലെ. സോ ഈ നല്ല കാര്യങ്ങളും മോശം കാര്യങ്ങളും തമ്മിലുള്ള എന്താ പറയുക, നിങ്ങളുടെ പോയിന്റ്സ് എഴുതാൻ വേണ്ടി, അതായത് മൊബൈൽ ഫോണിനെ സപ്പോർട്ട് ചെയ്തുകൊണ്ടും മൊബൈൽ ഫോണിനെ എഗെയിൻസ്റ്റ് ആയിട്ട് അതിനെ എതിർത്തുകൊണ്ടും അല്ലെങ്കിൽ അതിൻ്റെ അകത്തുള്ള പ്രശ്നങ്ങൾ എന്താണെന്നുള്ളതും ഒരു കോളമായിട്ട്, ഒരു ടേബിൾ ആയിട്ട് നിങ്ങളോട് എഴുതാൻ വേണ്ടിയിട്ടായിരുന്നു പറഞ്ഞിട്ടുള്ളത് കേട്ടോ. സോ ക്വസ്റ്റ്യൻ ഒന്ന് നമുക്ക് നോക്കിയാലോ. എന്താണ്? ദ ഇംഗ്ലീഷ് ക്ലബ് ഓഫ് GUPS Mulatadam conducted a debate in the school on the topic use and misuse of mobile phones. So നമ്മുടെ ഫസ്റ്റ് ചാപ്റ്റർ റോബോട്ടിന്റെ ചാപ്റ്റർ ആണല്ലോ അല്ലെ, നമ്മുടെ റിക്കിന്റെ റോബോട്ടിന്റെ ചാപ്റ്റർ ആണല്ലോ. യെസ്, സോ അതിനെ ബേസ് ചെയ്തിട്ടുള്ള അല്ലെങ്കിൽ ആ ഒരു ലെസനും ഒക്കെ ആയിട്ട് ബന്ധമുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് കേട്ടോ അത്. യൂസ് ആൻഡ് മിസ്യൂസ് ഓഫ് മൊബൈൽ ഫോൺസ്. ഓക്കെ, ഹിയർ ആർ സം ആർഗ്യുമെന്റ്സ്. കണ്ടോ, അപ്പൊ ആർഗ്യുമെന്റ്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? വാദങ്ങളാണ് കേട്ടോ. അതായത് അവർ ചിലർ അതിനെ സപ്പോർട്ട് ചെയ്തുകൊണ്ടും ചിലർ അതിനെ എതിർത്തുകൊണ്ടും പറയുന്ന സ്റ്റേറ്റ്മെന്റ്സിനെയാണ് നമ്മൾ ആർഗ്യുമെന്റ്സ് എന്ന് പറയാം. ആൻഡ് കൗണ്ടർ ആർഗ്യുമെന്റ്സ് ബൈ സ്റ്റുഡൻസ്, വാദങ്ങളും പ്രതിവാദങ്ങളും എന്നുള്ളതാണ് കേട്ടോ. Add 3 arguments in favor of using mobile phone and 3 arguments against it. One has been done for you. അപ്പം 3 ആർഗ്യുമെന്റ്സ് നിങ്ങളോട് എഴുതാൻ വേണ്ടിയിട്ടാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത് കേട്ടോ. ആൻഡ് അതിന് നിങ്ങൾ ഹെൽപ്പ് ചെയ്യാനായിട്ട് ക്വസ്റ്റ്യൻ പേപ്പറിൽ ഒരു ചിത്രവും കൂടെ കൊടുത്തിട്ടുണ്ടായിരുന്നു. അതായത് ഒരു മൊബൈൽ ഫോൺ ഇവിടെ കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ആ മൊബൈൽ ഫോണിന്റെ ഗുണങ്ങൾ കുറേ കൊടുത്തിട്ടുണ്ട്. കണ്ടോ, ഇൻസ്റ്റഗ്രാം, SMS, ചാറ്റ്, ന്യൂസ്, യൂട്യൂബ്, പിന്നെ ബുക്ക് ടിക്കറ്റ്, ഫേസ്ബുക്ക്, ബാങ്കിങ്, GPay, വാട്സാപ്പ്, ഇമെയിൽ, ടോക്ക് എന്നൊക്കെ പറഞ്ഞിട്ട്
കുറെ കാര്യങ്ങൾ അല്ലെ നമ്മൾ മൊബൈൽ ഫോൺ പൊതുവെ യൂസ് ചെയ്യുന്നത് എന്തിനൊക്കെയാണെന്നുള്ള കുറച്ച് കാര്യങ്ങൾ കൊണ്ട് അവിടെ കൊടുത്തിട്ടുണ്ട്. ഓക്കെ, എന്നിട്ട് നിങ്ങൾക്ക് എക്സാമിന് അതായത് ആ ക്വസ്റ്റ്യൻ പേപ്പറിനകത്ത് ഒരു ടേബിൾ ഉണ്ടായിരുന്നു കേട്ടോ. ആ ടേബിളിൽ അതാ ഇങ്ങനെ 2 കോളംസ് ആണ്. ഇതിപ്പോ മിസ് ഫില്ല് ചെയ്തിട്ടുള്ള കോളമാണ് കാണിക്കുന്നത്. ഓക്കെ, ഫസ്റ്റ് കോളത്തിനകത്ത് എന്താണ് എഴുതിയിട്ടുള്ളത്? ആർഗ്യുമെന്റ്സ് ഇൻ ഫേവർ ഓഫ് യൂസിങ് മൊബൈൽ ഫോൺ. അതായത് കണ്ടോ, മൊബൈൽ ഫോൺ യൂസ് ചെയ്യുന്നതിനെ അനുകൂലിച്ചുകൊണ്ട്. ഫേവർ എന്ന് പറഞ്ഞാൽ എന്താണ്? അതിനെ അനുകൂലിച്ചുകൊണ്ട് അല്ലെങ്കിൽ അതിന്റെ ഭാഗത്ത് നിന്നുകൊണ്ട് എന്നുള്ളതാണ് കേട്ടോ. സോ ഇൻ ഫേവർ ഓഫ് മൊബൈൽ ഫോൺ. ഇനി അടുത്ത സൈഡിൽ എന്താണ്? ആർഗ്യുമെന്റ്സ് എഗെയിൻസ്റ്റ്. കണ്ടോ, അപ്പൊ ഇവിടെ ഫേവർ അതിനെ അനുകൂലിച്ചുകൊണ്ട് എന്നുള്ളതാണ് ഫേവർ. എഗെയിൻസ്റ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? അതിനെ പ്രതികൂലിച്ചുകൊണ്ട് അല്ലെങ്കിൽ അതിനെ സപ്പോർട്ട് ചെയ്യാതെ എന്നുള്ളതാണ് കേട്ടോ. അപ്പൊ നമുക്ക് ആദ്യം തന്നെ ഇതിനെ അല്ലെ മൊബൈൽ ഫോണിന്റെ ഫേവർ നിങ്ങൾ തന്നെ ഒന്ന് ആലോചിച്ച് നോക്കട്ടെ. നമ്മൾ ഒരു ദിവസം ഫോൺ എന്തോരം കാര്യങ്ങൾക്ക് ആ ഒരു ഇമേജിൽ കണ്ട പോലെ അല്ലെ, നമ്മൾ വാട്സാപ്പിൽ അല്ലെ പല കാര്യങ്ങളും അങ്ങോട്ടും ഇങ്ങോട്ടും കമ്മ്യൂണിക്കേഷൻ ഷെയർ ചെയ്യാൻ വേണ്ടി നമ്മൾ മൊബൈൽ ഫോൺ യൂസ് ചെയ്യുന്നുണ്ട് അല്ലെ, ന്യൂസ് അറിയാൻ വേണ്ടി മൊബൈൽ ഫോൺ യൂസ് ചെയ്യുന്നുണ്ട്, പിന്നെ എന്റർടൈൻമെന്റ് വേണ്ടി ഫോൺ യൂസ് ചെയ്യാറുണ്ട് അല്ലെ, ടിക്കറ്റ് ബുക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ അല്ലെ ഇ ബാങ്കിങ് അല്ലെ, ബാങ്കിലേക്ക് ക്യാഷ് അയക്കാൻ അല്ലെങ്കിൽ അല്ലെ ഇപ്പൊ പൈസ അടയ്ക്കാൻ വേണ്ടി ഡിജിറ്റൽ മണി ആയിട്ടൊക്കെ നമ്മൾ ഇതിന്റെ ഫോണിനെ യൂസ് ചെയ്യുന്നത് അല്ലെ. സോ അതൊക്കെ നമുക്ക് അതിന്റെ ഒരു പോസിറ്റീവ് ആയിട്ട് അല്ലെങ്കിൽ ഇൻ ഫേവർ ഓഫ് യൂസിംഗിൽ പറഞ്ഞൂടെ? സോ നോക്കിയിടാ, വി ക്യാൻ മേക്ക് വീഡിയോ കോൾസ് വിത്ത് അവർ ഫാമിലി ആൻഡ് ഫ്രണ്ട്സ് അറ്റ് എനി ടൈം അല്ലെ, ഏത് സമയം വേണമെങ്കിലും നമുക്ക് ഫ്രണ്ട്സും ഫാമിലി ആയിട്ട് വീഡിയോ കോളുകൾ ചെയ്യാം. സോ എന്റെ കുട്ടികൾക്ക് ഈ പോയിന്റ് ഒക്കെ അറിയുന്നുണ്ടാവും. മക്കൾക്ക് എന്താ ചെയ്യേണ്ടത്? നിങ്ങൾ ഇത് ഇംഗ്ലീഷിൽ എങ്ങനെ എഴുതുക എന്നുള്ളത് നോക്കി വെക്കുക കേട്ടോ. വി ക്യാൻ മേക്ക് വീഡിയോ കോൾസ് വിത്ത് അവർ ഫാമിലി ആൻഡ് ഫ്രണ്ട്സ് അറ്റ് എനി ടൈം. ഏത് സമയവും നമുക്ക് ഫ്രണ്ട്സും അല്ലെ ഫാമിലിയുമായിട്ട് വീഡിയോ കോൾ ചെയ്യാം. We can use mobile phones for online learning and study apps like YouTube and WhatsApp. അല്ലെ, നമുക്ക് എന്ത് ചെയ്യാം? സ്റ്റഡി ആപ്സിൽ നമ്മളിപ്പോൾ എഡ്യൂപോർട്ടിന്റെ ആപ്പില്ലേ, ആപ്പിൽ എങ്ങനെയാണ് നിങ്ങൾ പഠിക്കുന്നത്? ഫോണോ അല്ലെങ്കിൽ ടാബോ ഒക്കെ വേണ്ട നിങ്ങൾക്ക് പഠിക്കാനായിട്ട് അല്ലേ? യെസ്, അപ്പം യൂട്യൂബിൽ നോക്കി. ഇപ്പം എൻ്റെ മക്കൾ ഈ വീഡിയോ കാണുന്നത് എങ്ങനെയാണ്? യൂട്യൂബിൽ നോക്കിയില്ലേ, ഫോണിൽ നോക്കിയിട്ടല്ലേ പഠിക്കുന്നത്. യെസ്, അപ്പൊ അതിന് വേണ്ടിയിട്ട് ലേണിങ്ങിന് സ്റ്റഡി ചെയ്യാൻ വേണ്ടി നിങ്ങൾക്ക് ഫോൺ യൂസ് ചെയ്യാം. അടുത്ത പോയിന്റ് എന്താണ്? യെസ്, മൊബൈൽ ഫോൺസ് ഹെൽപ്പ് us get ന്യൂസ് ആൻഡ് ഇൻഫർമേഷൻ ക്വിക്ലി അല്ലെ. ഇൻഫോർമേഷനും അല്ലെ അറിവുകളും അല്ലെ ന്യൂസ് വാർത്തകളും പെട്ടെന്ന് അറിയാൻ വേണ്ടിയിട്ട് നമുക്ക് മൊബൈൽ ഫോൺ യൂസ് ചെയ്യാം. അതുപോലെ തന്നെ നെക്സ്റ്റ് പോയിന്റ് എന്താണ്? വി ക്യാൻ യൂസ് മൊബൈൽ ഫോൺസ് ഫോർ ഇ ബാങ്കിങ് അല്ലെ, ബാങ്കിങ്ങിന് വേണ്ടി യൂസ് ചെയ്യാം. ബുക്കിംഗ് ടിക്കറ്റ്സ് അല്ലെ, ടിക്കറ്റ്സ് ബുക്ക് ചെയ്യാൻ യൂസ് ചെയ്യാം. ആൻഡ് മെനി അതർ യൂസ്ഫുൾ സർവീസസ് അല്ലെ, ആൻഡ് അതുപോലെയുള്ള ഒരുപാട് ഉപകാരപ്രദമായ സർവീസുകൾക്ക് വേണ്ടിയിട്ട് നമ്മൾ എന്ത് യൂസ് ചെയ്യാം? മൊബൈൽ ഫോൺ യൂസ് ചെയ്യാം. സോ ഇത്രയും പോയിന്റ്സ് എന്താണ്? ഇൻ ഫേവർ ഓഫ്, അതായത് മൊബൈൽ ഫോണിനെ അനുകൂലിച്ചുകൊണ്ട് അതിനെ സപ്പോർട്ട് ചെയ്തിട്ടുള്ള പോയിന്റ്സ് ആണ് കേട്ടോ. ഇനി ഇതേപോലെ തന്നെ ഇതിനെ എതിരെ പറയുന്ന പോയിന്റ്സും നമുക്ക് അറിഞ്ഞിരിക്കണ്ടേ? എന്തൊക്കെയാണത്? നോക്കിയടാ. സോ ഫസ്റ്റ് പോയിന്റ് എന്താണ്? എക്സസീവ് യൂസ് ഓഫ് മൊബൈൽ ഫോൺ ലീഡ്സ് ടു ഡിക്രീസ് ഇൻ ഫേസ് ടു ഫേസ് കമ്മ്യൂണിക്കേഷൻ അമംഗ് ഫാമിലി മെമ്പേഴ്സ്, ഫാമിലി ആൻഡ് ഫ്രണ്ട്സ് അല്ലെ. എന്താ എക്സസീവ് എന്ന് പറഞ്ഞാൽ? എക്സസീവ് എന്ന് പറഞ്ഞാൽ എന്താണ്? കൂടുതലായുള്ള ഉപയോഗം. എന്താ പറയുന്നത്? യെസ്, കൂടുതലായിട്ടുള്ള ഉപയോഗം അല്ലെ. നമ്മളിപ്പോൾ മൊബൈൽ ഫോൺ ഒരുപാട് യൂസ് ചെയ്യാണ്, കൂടുതലായിട്ട് ഉപയോഗിക്കുകയാണെങ്കിൽ എന്താണ്? ലീഡ്സ് ടു ഡിക്രീസ് ഇൻ ഫേസ് ടു ഫേസ് കമ്മ്യൂണിക്കേഷൻ അല്ലെ. നമ്മൾ മുഖാമുഖമുള്ള സംസാരം അത് കുറഞ്ഞു പോകും അല്ലെ. നമ്മളിപ്പം എന്താണ് ഫ്രണ്ട്സിനെ ചിലപ്പോൾ അല്ലെ നേരിട്ട് കണ്ട് സംസാരിക്കുന്നതിനേക്കാളും കൂടുതൽ എങ്ങനെയായിരിക്കും മൊബൈൽ ഫോണിലൂടെ സംസാരിക്കുന്നത്. ഇപ്പൊ നിങ്ങൾ സ്കൂളിലൊക്കെ പോകുന്നുണ്ട്, ഓക്കെ, നിങ്ങൾ കുറച്ചും കൂടെ നിങ്ങൾ വലുതായി കഴിഞ്ഞാൽ എങ്ങനെയാണ്? അല്ലെങ്കിൽ നമ്മുടെ ഫാമിലി മെമ്പേഴ്സിന് അല്ല നേരിട്ട് കാണുന്നതിനേക്കാളും കൂടുതൽ എന്താണ് നമ്മൾ സ്ക്രീനിൽ കാണുന്ന രീതിയിലേക്ക് മാറിപ്പോവാൻ അതൊരു സാധ്യതയല്ലേ. നെക്സ്റ്റ്, spending too much time on phones can affect your eyesight and health അല്ലെ. അത് ശരിയല്ലേ? നമ്മുടെ കണ്ണിന്റെ കാഴ്ചയെയും നമ്മുടെ ആരോഗ്യത്തിനും എന്ത് ബാധിക്കാൻ ചാൻസ് ഉണ്ട്? കൂടുതൽ സമയം നമ്മൾ ഫോണിൽ ചെലവഴിക്കുമ്പോൾ നമ്മുടെ ഹെൽത്ത് കുറയും. കാരണം നമ്മൾ പുറത്ത് കളിക്കാനോ ആക്ടിവിറ്റീസിനൊന്നും പോകുന്നില്ലല്ലോ. അതുപോലെ തന്നെ കണ്ണിന്റെ അല്ലെ ഞരമ്പുകൾക്ക് നെർവ്സിനൊക്കെ ഭയങ്കര പ്രശ്നമാണ് കേട്ടോ. നെക്സ്റ്റ് എന്താണ്? സ്റ്റുഡൻസ് may get addicted to games or social media and forget to study or play outside അല്ലെ. ഗെയിംസിനോട് അഡിക്ഷൻ ആയി പോയേക്കാം or സോഷ്യൽ മീഡിയയോട് അഡിക്ഷൻ ആയി പോവാം. അതുപോലെ തന്നെ നമ്മൾ പുറത്തല്ല ഔട്ട്ഡോർ ഗെയിംസ് ഒക്കെ മറന്നു പോകുന്ന പോലെയുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവാം. സോ ഇതൊക്കെ നിങ്ങൾക്ക് എന്തിൽ പറയാൻ വേണ്ടി കഴിയും? അതായത് മൊബൈൽ ഫോണിനെ അഗെയിൻസ്റ്റ് ആയിട്ട് അല്ലെങ്കിൽ അതിനെതിരെയായിട്ടുള്ള ആർഗ്യുമെന്റ്സ് ആയിട്ട് പറയാൻ വേണ്ടി കഴിയും. അപ്പൊ ഇത്രയുള്ള മക്കളെ ഡിബേറ്റ് എന്ന് പറഞ്ഞാൽ നിങ്ങളടുത്ത് ഡിബേറ്റ് നടത്താനൊന്നുമല്ല എക്സാമിന് ചോദിക്കുക, ഇങ്ങനെയുള്ള ആർഗ്യുമെന്റ്സ് എഴുതാൻ വേണ്ടിയിട്ടാണ് ചോദിക്കുക കേട്ടോ. ഒന്നിനെ സപ്പോർട്ട് ചെയ്തുകൊണ്ടും ഒന്നിനെ എതിർത്തുകൊണ്ടും എഗെയിൻസ്റ്റ് ആയിട്ടും ഇങ്ങനെയുള്ള ആർഗ്യുമെന്റ്സ് ആണ് ചോദിച്ച് കണ്ടിട്ടുള്ളത് കേട്ടോ. അപ്പൊ ഈ ഒരു ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് മനസ്സിലായല്ലോ എങ്ങനെയാണ് ക്വസ്റ്റ്യൻ വരിക എന്നുള്ളത്. ഒരു പാറ്റേൺ ക്വസ്റ്റ്യൻ നമ്മൾ കണ്ടു. ഇനി ഇതേപോലെ തന്നെ ഒരുപാട് പാറ്റേൺ ക്വസ്റ്റ്യൻസ് നമുക്ക് എന്ത് ചെയ്യാണ്ട് ഡിസ്കസ് ചെയ്യാനുണ്ട്. സോ ഇതേപോലത്തെ വീഡിയോസ് ഇനിയും മുന്നോട്ട് വരും.
നിങ്ങൾക്ക് വേണ്ട ഏതെങ്കിലും പ്രത്യേകം വീഡിയോ ഉണ്ടെങ്കിൽ അതൊന്ന് താഴെ കമന്റ് ചെയ്യണം. എക്സാമിന് നിങ്ങൾ റെഡി ആയിട്ടുണ്ടെന്നാണെങ്കിൽ റെഡി എന്നും കമന്റ് ചെയ്യുക കേട്ടോ. പിന്നെ ഇതേപോലെ തന്നെ നമ്മുടെ ലൈവുകളൊക്കെ ഇനി വരുന്നുണ്ട്. ലൈവിലൊക്കെ തന്നെ നമുക്ക് ലെസൺസും ഡിസ്കസ് ചെയ്യാണ്ട്, നമ്മളുടെ ക്വസ്റ്റ്യൻസും ഡിസ്കസ് ചെയ്യാണ്ട്. സോ അതിനൊക്കെ തന്നെ എന്ത് ചെയ്യണം? നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. അതുപോലെ തന്നെ നമ്മുടെ ഓണം സ്പെഷ്യൽ വാട്സ്ആപ്പ് കമ്മ്യൂണിറ്റി ഉണ്ട്. ആ കമ്മ്യൂണിറ്റിയിൽ നിങ്ങൾ ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഓണം എക്സാമിലേക്ക് ആവശ്യമുള്ള ഒരുപാട് നോട്ട്സ്, അതുപോലെ തന്നെ ക്വസ്റ്റ്യൻസ്, ഇതൊക്കെ നിങ്ങൾക്ക് ആ ഒരു വാട്സ്ആപ്പ് കമ്മ്യൂണിറ്റിയിൽ കിട്ടും കേട്ടോ. കുറെ എക്സാം ടിപ്സ് ഒക്കെ ആ ഒരു കമ്മ്യൂണിറ്റിയിൽ കിട്ടും. സോ ആ കമ്മ്യൂണിറ്റിയുടെ ലിങ്ക് നമ്മുടെ വീഡിയോന്റെ താഴെ പിൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. ആ ഒരു പിൻ ചെയ്ത് വെച്ച കമന്റിൽ അതൊന്ന് ടച്ച് ചെയ്ത് നിങ്ങൾ ആ ഒരു കമ്മ്യൂണിറ്റിയിലേക്ക് ജോയിൻ ചെയ്യും കേട്ടോ. സോ ആ കമ്മ്യൂണിറ്റിയിലേക്ക് ജോയിൻ ചെയ്യാൻ വേണ്ടി മറക്കരുത്. സോ ഇതേപോലെ വേറൊരു വീഡിയോയിൽ നമുക്ക് കാണാം. ടിൽ ദെൻ ഇറ്റ്സ് മീ വർണിത സൈനിങ് ഓഫ്. ബൈ.